ഹലോ, എൻ്റെ പേര് അജിൻ എന്നാണ്. നമ്മളിന്ന് പാർട്ട് സിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അതായത് മൂന്നാമത്തെ പാർട്ടാണ് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടിൽ നമ്മൾ കുറേ അധികം സെൻറ്റൻസുകൾ പഠിച്ചു. അറൗണ്ട് ഒരു 18 സെൻറ്റൻസ് പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മളുടെ സെൻറ്റൻസ് നിങ്ങളൊന്ന് ബുക്കിൽ എഴുതി വയ്ക്കുക. ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോണേ. ഇവിടെ നമ്മൾ ചെയ്യാറുണ്ടെന്ന് നമ്മളിപ്പം മൈൻഡിൽ വരുന്നു. ഞാൻ ചെയ്യാറുണ്ട്, പോകാറുണ്ട്, പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാറുണ്ട്, ബിരിയാണി കുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഹാബിച്വലായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വെർബ് വൺ എന്ന് വെച്ചിട്ട് ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. അപ്പോൾ വെർബ് 1, 2, 3 അറിയാത്തവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെർബ് 1, 2, 3 എന്തായാലും പഠിക്കണം കേട്ടോ. നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻ്റ് ആവാൻ നല്ലോണം ആഗ്രഹിക്കുന്നവർ മിനിമം ഒരു 50 to 100 വെർബ് 1, 2, 3 സ്പീഡായിട്ട് പറയാൻ പറ്റണം. എങ്ങനെ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ അങ്ങനെ പറയാൻ പറ്റണം. അപ്പോൾ നമ്മൾ V1 എന്ന് പറയുമ്പോൾ ചെയ്യാറുണ്ട് എന്നുള്ളൊരു ഇതിലെത്താം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾ ഒരു ബുക്കിൽ ചെയ്യാറുണ്ട് എന്ന് എഴുതി വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക എല്ലാ സബ്ജക്റ്റിലും എങ്ങനെ അത് പറയണു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അർത്ഥം മാത്രം പഠിച്ചാൽ മതി. ഇതിന് ചെറുതായിട്ട് വേരിയേഷനുള്ള അർത്ഥങ്ങളും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രം പഠിക്കുക. ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് ഐ എന്ന സബ്ജക്റ്റായി. ഇനി രണ്ടാമത് യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. മൂന്നാമത് ഹി സ്പീക്സ് ഇംഗ്ലീഷ്. അപ്പോൾ സ്പീക്ക് എന്നുള്ളത് ഒരു എസ്സും കൂടിയും അവിടെ ചേർത്തു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹി എന്ന് പറയുന്നത് സിംഗുലറായിട്ട് കണക്കാക്കുന്നത്, അതായത് ഒരു ഏകവചനമായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് അവിടെ സ്പീക്സ് എന്നാക്കിയത്. വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട, ഒരു എസ് ചേർത്തു എന്ന് മാത്രം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹി സ്പീക്സ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. വി സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇറ്റ് വരുമ്പോൾ അത് ഒരു മൃഗങ്ങളെ, എനിമൽസിനെയോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുവിനെയാണ് പറയുക. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് സ്പീക്ക് എന്നുള്ളത് വേണ്ട. ഇറ്റ് എന്താ പറയുക, ഇറ്റ് ഇപ്പോൾ സ്പീക്സ് എന്താ പറയുക, ഇറ്റ് മേക്സ് സൗണ്ട്സ് ഉണ്ടോ. അപ്പോൾ അത് സൗണ്ട് ഉണ്ടാക്കാറുണ്ട്, മേക്സ്. അപ്പോൾ അവിടെയും സിംഗുലർ ഏകവചനമാണ്, എസ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇറ്റ് മേക്സ് സൗണ്ട് നമ്മൾ പറയില്ലേ ചില മൃഗങ്ങളൊക്കെ നോക്കിയിട്ട് ഇറ്റ് മേക്സ് സൗണ്ട് എന്ന് പറയണ ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നല്ലോണം സൗണ്ട് എന്താ പറയുക, വലിയ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇറ്റ് മേക്സ് ഓൾവേസ് നോയ്സ് എന്ന് പറയില്ലേ. അപ്പോൾ ഇറ്റ് മേക്സ് എന്നാണ് അവിടെ വരിക. അപ്പോൾ ചെയ്യാറുണ്ട്, നിങ്ങളത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക, ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ്, ഈ പാർട്ട് 3-ത്തെ രണ്ടാമത്തെ സെൻറ്റൻസ് കേട്ടോ. ചെയ്യാറുണ്ട്, ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കി, ചെയ്തു എന്ന് പറയുമ്പോൾ വെർബ് സെക്കൻഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, വെർബ് സെക്കൻഡ്. അപ്പോൾ വെർബ് 1 ചെയ്യാറുണ്ട്, ചെയ്തു വെർബ് സെക്കൻഡ്. അപ്പോൾ സ്പീക്ക് എന്നുള്ളത് വെർബ് സെക്കൻഡ്, സ്പോക്കായി. ഇതേമാതിരി നിങ്ങൾ 50 to 100 വെർബുകൾ മിനിമം പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഐ സ്പോക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു. യു സ്പോക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു. ഹി സ്പോക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചു. ഷീ സ്പോക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിച്ചു. ദേ സ്പോക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചു. വി സ്പോക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു. പിന്നെ ഇറ്റ് മേക്ക് നോയ്സ് എന്നല്ല നമ്മൾ പറഞ്ഞ ആദ്യത്തല്ലേ. അപ്പോൾ ഇറ്റ് മെയ്ഡ് ഹെവി നോയ്സ്, അത് വളരെയധികം വലിയൊരു ശബ്ദം ഉണ്ടാക്കി. മെയ്ക്ക് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോമാണ് മെയ്ഡ്. അപ്പോൾ ചെയ്തു കണ്ടോ, ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ പഠിച്ചത് ചെയ്യാറുണ്ട്, രണ്ടാമത്തെ ചെയ്തു. മൂന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ
ആദ്യത്തെ ചെയ്യാറുണ്ടെന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആയിട്ട് കണക്കാക്കണം. ചെയ്തു എന്ന് പറയുന്നത് ഇന്നലെയോ അല്ലെങ്കിൽ ഒരാഴ്ച മുൻപോ അല്ലെങ്കിൽ ഒരു വർഷം മുൻപോ ആയിക്കോട്ടെ. അതുപോലെ ചെയ്യും എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് ശേഷമോ ഒരു മിനിറ്റിന് ശേഷമോ ഒരു ആഴ്ചയ്ക്ക് ശേഷമോ ഒരു വർഷത്തിന് ശേഷമോ ആകാം. അപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യും എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. ഒരു മണിക്കൂറോ ഒരു ദിവസമോ ഒരു ആഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ 10 വർഷത്തിന് ശേഷം നമ്മൾ ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ചെയ്യും എന്ന് എഴുതി വയ്ക്കുക. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. യു വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഹി വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഷീ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. ദേ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കും. വി വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇറ്റ് വിൽ മേക്ക് സൗണ്ട്, അത് സൗണ്ട് ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ ചെയ്യും എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരണത്. ഇനി നമ്മൾ ഒന്നാമത്തെ സെൻറ്റൻസ് എന്താ പഠിച്ചത്? ചെയ്യാറുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ 4ാമത്തെ സെൻറ്റൻസ് ആയിട്ട് പഠിക്കുന്നത്. ഈ ഗ്രൂപ്പിലത്തെ കേട്ടോ പാർട്ട് 3-ത്തെ 4ാമത്തെ സെൻറ്റൻസ് നമ്മൾ ടോട്ടലി പാർട്ട് 1ഉം 2ഉം നമ്മൾ 9 സെൻറ്റൻസ് പഠിച്ചു. അപ്പോൾ ഇവിടെ 4ാമത്തെ സെൻറ്റൻസ് ചെയ്യാറുണ്ട് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യനാണ് ചെയ്യാറുണ്ടോ. അപ്പോൾ എങ്ങനെ പറയാം? ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ചെയ്യാറുണ്ട്. ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ. ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ. ഡു വി സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ. ഡസ് ഇറ്റ് മേക്ക് സൗണ്ട്, അത് സൗണ്ട് ഉണ്ടാക്കാറുണ്ടോ. മനസ്സിലായോ? അപ്പോൾ ചെയ്യാറുണ്ടോ എന്നുള്ളതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനായി. ഇനി നമ്മൾ ചെയ്തു എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഐ സ്പോക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു. അപ്പോൾ ഡിഡ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഡിഡ് വെച്ച കാരണം നമ്മൾ പാസ്റ്റിൽ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വെർബ് 1 വെച്ചാൽ മതി. അപ്പോൾ ഐ സ്പോക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു. ഡിഡ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചോ. ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചോ. ഡിഡ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചോ. ഡിഡ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിച്ചോ. ഡിഡ് ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചോ. ഡിഡ് വി സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചോ. ഡിഡ് ഇറ്റ് മേക്ക് സൗണ്ട്, അത് സൗണ്ട് ഉണ്ടാക്കിയോ. കണ്ടോ? അപ്പോൾ 2ാമത്തെ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ക്വസ്റ്റ്യനാണ് 5ാമത്തെ പോയിന്റ് കേട്ടോ. ഇനി നമുക്ക് 3ാമത്തെ എന്താ? ഞാൻ ചെയ്യും, ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും ഫ്യൂച്ചറിൽ, അടുത്തൊരു മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട്. അപ്പോൾ വിൽ ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ. വിൽ യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ. വിൽ ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ. വിൽ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ. വിൽ ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ. വിൽ വി സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ. വിൽ ഇറ്റ് മേക്ക് സൗണ്ട്, അത് സൗണ്ട് ഉണ്ടാക്കുമോ. അപ്പോൾ 6 സെൻറ്റൻസ് കഴിഞ്ഞു. 3ാമത്തെ ഐ വിൽ സ്പീക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. അപ്പോൾ എത്ര എണ്ണമായി? 6 എണ്ണം കഴിഞ്ഞില്ലേ. ഇനി 1ാമത്തെ സെൻറ്റൻസ് എന്തായിരുന്നു? ഐ സ്പീക്ക് ഇംഗ്ലീഷ്, അതിൻ്റെ നെഗറ്റീവായിട്ട് പറയില്ലേ, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറില്ല എന്ന് പറയില്ല. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. അതേപോലെ തന്നെ യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഹീ ഡസിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഷീ ഡസിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. വി ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്നുള്ളതിൻ്റെ ഓക്കെ. ഇറ്റ് ഡസിൻറ്റ് മേക്ക് സൗണ്ട്, അത് സൗണ്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ 1ാമത്തതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കാര്യം നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്, ചെയ്യാറില്ല. അപ്പോൾ ചെയ്യാറില്ല എന്നുള്ള ഹെഡിങ്ങിലാണ് ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, he doesn't speak English, she doesn't speak English, they don't speak English, we don't speak English, it doesn't make sound. ഇനി
ചെയ്തില്ല എന്ന് പറയില്ലേ, നമ്മൾ ചെയ്തിരുന്നില്ല, ഇന്നലത്തെ കാര്യം ഇന്നലെ ചെയ്തിരുന്നില്ല. അതായത് മൂന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ ചെയ്തു എന്ന് പഠിച്ചു, അതിൻ്റെ ചെയ്തോ എന്ന് നമ്മൾ അഞ്ചാമത്തെ സെൻറ്റൻസ് ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ വീണ്ടും എന്താ പറയുക, മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ ചെയ്തു എന്ന് പഠിച്ചു. അഞ്ചാമത്തെ സെൻറ്റൻസ് ഏതാ, ചെയ്തോ എന്ന് പഠിച്ചു. ഇനി നമ്മൾ ചെയ്തില്ല എന്ന് പറയില്ലേ, ഐ ഡിഡിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. യു ഡിഡിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. ഹീ ഡിഡിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. ഷീ ഡിഡിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. ദേ ഡിഡിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. വി ഡിഡിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. ഇറ്റ് ഡിഡിൻറ്റ് മേക്ക് സൗണ്ട്, അത് സൗണ്ട് ഉണ്ടാക്കിയിരുന്നില്ല. കഴിഞ്ഞു പോയ കാര്യമാണ്. ആ സമയത്ത് ആ പ്രവൃത്തി ചെയ്തില്ല എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മളുടെ മൂന്നാമത്തെ സെൻറ്റൻസ് എന്തായിരുന്നു, ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അപ്പോൾ അത് ഹെഡിങ് ആയിട്ട് എഴുതുക, ഞാൻ ചെയ്യില്ല. അപ്പോൾ എങ്ങനെ പഠിക്കണം, ഐ വോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. യു വോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, വിൽ പ്ലസ് നോട്ടാണ് കേട്ടോ. ഐ വിൽ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, വെർബ് 1 ആണ്. ഐ വിൽ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. യു വിൽ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഹീ വിൽ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഷീ വിൽ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ദേ വിൽ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. വി വിൽ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഇറ്റ് വിൽ നോട്ട് മേക്ക് സൗണ്ട്, അത് സൗണ്ട് ഉണ്ടാക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ച സെൻറ്റൻസ് ചെയ്യാറുണ്ട്, രണ്ടാമത്തെ ചെയ്തു, മൂന്നാമത്തെ ചെയ്യും, നാലാമത്തെ ചെയ്യാറുണ്ടോ, അഞ്ചാമത്തെ ചെയ്തോ, ആറാമത്തെ ചെയ്യുമോ, ഏഴാമത്തെ ചെയ്യാറില്ല, എട്ടാമത്തെ ചെയ്തില്ല, ഒമ്പതാമത്തെ ചെയ്യില്ല. അപ്പോൾ ഓരോന്നിൻ്റെയും കറക്റ്റ് അർത്ഥങ്ങൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കുക, അതിന് എന്താണ് ഡൗട്ട് എന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമുക്കത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.